എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ദൈവഗണം അഥവാ ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച 2024 അന്തരിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? പീറ്റർ ഹിഗ്സ്. പീറ്റർ ഹിഗ്സ് ആണ് ദൈവഗണം അഥവാ ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച 2024 അന്തരിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ. 2024 ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി അഹ്റമത്ത്. 2024 ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴിയാണ് അഹ്റമത്ത്. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAE ആണ് പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം. ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ചൈന. ചൈനയാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം. മെഴുകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയാണ് മെഴുകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ചുപിടിപ്പിച്ച വ്യക്തി ഒറാൻ നോൾസൺ. ഒറാൻ നോൾസൺ ആണ് ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ചുപിടിപ്പിച്ച വ്യക്തി. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം റോബോട്ടിക് മെഡൂസ. നിർമ്മിച്ചത് ക്രിസ്റ്റീന ഏണസ്റ്റ്. റോബോട്ടിക് മെഡൂസയാണ് ലോകത്തിലാദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം. ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഡോക്ടർ KN രാജ്. കക്കാടൻ നന്ദനാഥ് രാജൻ. ഡോക്ടർ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പെറോക്സൈഡ്. സോഡിയം പെറോക്സൈഡ് ആണ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ആണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ്. കിപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനിക മേധാവി KM കരിയപ്പ. KM കരിയപ്പയായിരുന്നു കിപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനിക മേധാവി. ഏറ്റവും ചെറിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ് മൗസ് ലീമർ. മൗസ് ലീമറിന്റെ സയന്റിഫിക് നെയിമാണ് മൈക്രോസിബസ് മ്യൂറിനസ്. മൗസ് ലീമറാണ് ഏറ്റവും ചെറിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. O നെഗറ്റീവ്. O ഗ്രൂപ്പാണ് എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ്. തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയാണ് തലച്ചോറിനേക്കാൾ വലുപ്പമുള്ള കണ്ണുള്ള പക്ഷി.
ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനയസ്. കാൾ ലിനയസ് ആണ് ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. സ്മെല്ലിംഗ് സോൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ് ആണ് സ്മെല്ലിംഗ് സോൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്? 21 വർഷം. 1893 മുതൽ 1914 വരെ 21 വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി എം.എൻ. ഗോവിന്ദൻ നായർ. എം.എൻ. ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ ആണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫിയാണ് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം. 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ്സ് വില്ലേജ് കണ്ടെത്തിയത് എവിടെ നിന്നാണ്? വാരാണസി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നുമായിരുന്നു 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ്സ് വില്ലേജ് കണ്ടെത്തിയത്. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം കോശഭിത്തി. കോശഭിത്തിയാണ് സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം അമോണിയ. അമോണിയയാണ് ക്ഷാര സ്വഭാവമുള്ള ഏക വാതകം. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത. ബാലാമണിയമ്മയ്ക്ക് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് 1995 അസ്ഥികൾക്ക് ഘടനാപരമായ ചട്ടക്കൂട് നൽകുന്ന പ്രാഥമിക പ്രോട്ടീൻ കൊളാജൻ. കൊളാജനാണ് അസ്ഥികൾക്ക് ഘടനാപരമായ ചട്ടക്കൂട് നൽകുന്ന പ്രാഥമിക പ്രോട്ടീൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസമായ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളമാണ് ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം. ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഹെർപ്പറ്റോളജി. ഹെർപ്പറ്റോളജിയാണ് ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മദ്യപാനത്തോടുണ്ടാകുന്ന അമിത ആസക്തിയുടെ പേര് ഡിപ്സോമാനിയ. ഡിപ്സോമാനിയ എന്നതാണ് മദ്യപാനത്തോടുണ്ടാകുന്ന അമിത ആസക്തിയുടെ പേര്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ചെമ്പ്. ചെമ്പാണ് പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 368 പാർട്ട് 20. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. കേരളം ഉൾപ്പെടെ പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ഇടയായ ഭരണഘടനാ ഭേദഗതി 7ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. 1956 7ാമത് ഭരണഘടനാ ഭേദഗതിയാണ് കേരളം ഉൾപ്പെടെയുള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനിടയായ ഭരണഘടനാ ഭേദഗതി. സെല്ലുലാർ ഫോണിന്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ. മാർട്ടിൻ കൂപ്പറാണ് സെല്ലുലാർ ഫോണിന്റെ പിതാവ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്ന പ്രദേശം കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്ന പ്രദേശം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ സംഗമഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ്
2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ്. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. റേഷൻ കാർഡ് നമ്പറിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. റേഷൻ കാർഡിൽ 10 നമ്പർ ഡിജിറ്റുകളാണ് ഉള്ളത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം നാരി ശക്തി പുരസ്കാരം. നാരി ശക്തി പുരസ്കാരമാണ് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം. ഒന്നാം കറുപ്പ് യുദ്ധം ഓപ്പിയം വാർ അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? നാങ്കിങ് ഉടമ്പടി. നാങ്കിങ് ഉടമ്പടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധം ഓപ്പിയം വാർ അവസാനിപ്പിച്ച ഉടമ്പടി. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്ര ശതമാനമാണ്? 4 മുതൽ 5% വരെ. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിൽ 4 മുതൽ 5 വരെ ശതമാനം കാർബൺ ഡൈ ഓക്സൈഡാണ് അടങ്ങിയിരിക്കുക. ദിമിത്രി മെൻഡലേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1869. 1869 ദിമിത്രി മെൻഡലേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്. ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1913. 1913 ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിത സുജേത കൃപലാനി. സുജേത കൃപലാനിയാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിത. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി. പിൻകോഡ് എന്നതിൽ പിൻ എന്ന വാക്കിന്റെ പൂർണ്ണരൂപം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് പിൻകോഡിന്റെ മുഴുവൻ രൂപം. കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ് കൊച്ചിൻ ഫോറിൻ പോസ്റ്റ് ഓഫീസ്. കൊച്ചിൻ ഫോറിൻ പോസ്റ്റ് ഓഫീസാണ് കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ വ്യക്തി പി സദാശിവം. പി സദാശിവമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായ വ്യക്തി. കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം. കേരളത്തെ പരാമർശിക്കുന്നതും ചരിത്ര കാലഘട്ടം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ളതുമായ കൃതി വാർത്തികം. കേരളത്തെ പരാമർശിക്കുന്നതും ചരിത്ര കാലഘട്ടം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ കൃതിയാണ് വാർത്തികം. ഗ്രാമീണ സ്ത്രീകളിൽ നിക്ഷേപ സ്വഭാവം വളർത്തുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതി മഹിളാ സമൃദ്ധി യോജന. മഹിളാ സമൃദ്ധി യോജന പദ്ധതിയാണ് ഗ്രാമീണ സ്ത്രീകളിൽ നിക്ഷേപ സ്വഭാവം വളർത്തുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതി. ആരുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കയ്യൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കുളകുണ്ഠ ശിവറാവു എന്നതാണ്. നിരഞ്ജനയാണ് കയ്യൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ. MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയാണ് MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി.
എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച കൃതി ശ്രീബുദ്ധചരിതം. ശ്രീബുദ്ധചരിതമാണ് എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച കൃതി. പ്രേരക ആവേഗങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ്? വെൻട്രൽ റൂട്ട്. പ്രേരകാവേഗങ്ങൾ സുഷ്മനയിൽ നിന്ന് പുറത്തു പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? 3. 3 വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് രാഷ്ട്രപതിക്ക് അവകാശമുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം. മൂന്നാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസം അതിദ്രവത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതിദ്രവത്വമാണ് വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസം. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജമാണ് ത്രഷോൾഡ് എനർജി. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജമാണ് ത്രഷോൾഡ് എനർജി. അടുക്കി വച്ചിരിക്കുന്ന കാരംസ് കോയിനുകളുടെ അടുക്ക് തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നത് നിശ്ചല ജഡത്വം. അടുക്കി വച്ചിരിക്കുന്ന കാരംസ് കോയിനുകളുടെ അടുക്ക് തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നത് നിശ്ചല ജഡത്വത്തിന് ഒരു ഉദാഹരണമാണ്. ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയിൻ. ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയിൻ ആണ് ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതു ലക്ഷ്മിബായിയുടെ ജീവചരിത്രത്തിന്റെ പേരാണ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ്. ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടത്? രാമവർമ്മ ആറാമൻ. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ആറാമനാണ് മിടുക്കൻ തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം മീൻമുട്ടി. മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് ദ സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ മീനച്ചിലാർ. മീനച്ചിലാറാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ നീലകണ്ഠന്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂർ. ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ നീലകണ്ഠന്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം ഐഹോൾ. ഐഹോളാണ് ഇന്ത്യൻ ക്ഷേത്ര ശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം. 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം ആനന്ദയോഗശാല. ആനന്ദയോഗശാല എന്ന സ്ഥാപനമാണ് രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയാസ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം മുരിക്കുംപുഴ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയാസ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ചത് മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ ആണ്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 32. അനുച്ഛേദം 32 ആണ് ഭരണഘടനാപരമായ
പ്രതിവിധികൾക്കുള്ള അവകാശം അടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 2014 ഒക്ടോബർ 2. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ അടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന പേരിലും അറിയപ്പെടുന്ന മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ് പാർക്കർ എന്ന പ്രോബാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ്. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ് മഞ്ഞാടി. പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞാടിയാണ് കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ്. സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരിയാണ് സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ആർ ബാലകൃഷ്ണപിള്ളയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത്? കേരള ഹൈക്കോടതി. ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത്. അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളാണ്. അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നത്. ഏതവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? മസ്തിഷ്കത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്. മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം ഏതാണ്? സിന്ധു നദീതര സംസ്കാരമാണ് മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ സുനിധി സോളമനാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളിയാണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം. മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു യൂറോക്രോമും യൂറോബിലിനുമാണ് മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? എസ് ഡി ബിജു ആണ് ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? എൻ എ പാൽഖിവാലയായിരുന്നു ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 72 ആണ് രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. ബെൻസിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ ഫാരഡെയാണ് ബെൻസിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? എള്ളിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് തിലധാര. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ ശിവാലിക് പർവ്വതനിരകളാണ് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ. കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ആൽഫ കെരാറ്റിൻ ആണ് കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
ഹാവ് എ നൈസ് ഡേ.